യോശുവയുടെ പുസ്തകം 24 അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായി. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. യോശുവ അവസാനമായി ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തത് എവിടെ വെച്ചാണ്? ഷേക്കേമിൽ വെച്ച്. യോശുവ വിളിച്ചതനുസരിച്ച് ഷേക്കേമിൽ ദൈവസന്നിധിയിൽ വന്നു നിന്ന ചുമതലക്കാർ ആരെല്ലാം? ഇസ്രായേലിന്റെ മൂപ്പന്മാരും തലവന്മാരും ന്യായാധിപന്മാരും പ്രമാണികളും. ഷേക്കേമിൽ വന്നുകൂടിയ ഇസ്രായേൽ ജനം എവിടെ നിന്ന് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. അന്യദൈവങ്ങളെ ആരാധിച്ചു വന്ന ഏത് പൂർവികനെ കുറിച്ചാണ് യോശുവ പറയുന്നത്? തേരഹിനെ കുറിച്ച്. തേരഹിന്റെ മക്കൾ ആരല്ല? അബ്രഹാം, നാഹോർ. തേരഹ് പണ്ട് പാർത്തിരുന്ന ദേശം ഏതായിരുന്നു? നദിക്കക്കരെ. ആരെയാണ് യഹോവ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചത്? പിതാവായ അബ്രഹാമിനെ. യോശുവ എങ്ങനെയാണ് അബ്രഹാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? പിതാവായ അബ്രഹാം എന്ന്. നദിക്കക്കരെ നിന്നും ദൈവം അബ്രഹാമിനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് എങ്ങനെയെല്ലാം അനുഗ്രഹിച്ചു? കനാൻ ദേശത്തൊക്കെയും സഞ്ചരിച്ചും സന്തതിയെ വർദ്ധിപ്പിച്ചു. അബ്രഹാമിന് നൽകിയ കനാൻ ദേശത്തിലെ അവന്റെ സന്തതി ആരായിരുന്നു? ഇസഹാക്ക്. ഇസഹാക്കിനെ കൂടാതെ ആ തലമുറയിൽ പേര് പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവർ ആരല്ല? യാക്കോബും ഏശാവും. സേയിൻ പർവ്വതം അവകാശമായി കൊടുത്തത് ആർക്കാണ്? ഏശാവിന്. പൂർവ്വ പിതാക്കന്മാരിൽ ആരെല്ലാമാണ് മിസ്രൈമിലേക്ക് പോയത്? യാക്കോബും അവന്റെ മക്കളും. പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ യഹോവ ആരെയൊക്കെയാണ് അയച്ചത്? മോശയെയും അഹരോനെയും. മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ പുറപ്പെടുവിച്ചത് എങ്ങനെ? ദൈവം മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചപ്പോൾ. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന പിതാക്കന്മാരെ മിസ്രൈമർ എവിടെ വരെ പിന്തുടർന്നു? ചെങ്കടൽ വരെ. മിസ്രൈമ്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ഇസ്രായേലിയരെ പിന്തുടർന്നപ്പോൾ പിതാക്കന്മാർ എന്തു ചെയ്തു? യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേലിയരെ പിന്തുടർന്ന മിസ്രൈമ്യർക്ക് എന്താണ് സംഭവിച്ചത്? യഹോവ ഇസ്രായേലിയർക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. യഹോവ മിസ്രൈമ്യരോട് ചെയ്ത ഏത് കാര്യമാണ് ഇസ്രായേൽ ജനം അവരുടെ കണ്ണാലെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്? മിസ്രൈമ്യരെ കടലിൽ മുക്കിക്കളഞ്ഞത്. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു എന്ന് യോശുവ ആരോടാണ് പറഞ്ഞത്? ഇസ്രായേലിന്റെ സർവ്വജനത്തോടും. ആരാണ് യോർദാൻ അക്കരെ പാർത്തിരുന്നത്? അമോര്യർ. അമോര്യർ പാർത്തിരുന്ന യോർദാൻ അക്കരെയുള്ള ദേശം യഹോവ നൽകിയത് ആർക്കാണ്? ഇസ്രായേൽ ഗോത്രങ്ങൾക്ക്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട മോവാബ്യ രാജാവ് ആര്? ബാലാക്ക്. മോവാബ്യ രാജാവായ ബാലാക്ക് ആരുടെ മകനായിരുന്നു? സിപ്പോരിന്റെ മകനായിരുന്നു. മോവാബ്യ രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാനായി ആരെയാണ് വിളിച്ചത്? ബെയോരിന്റെ മകനായ ബിലെയാമിനെ. മോവാബ്യ രാജാവായ ബാലാക്ക് എന്തിനായിട്ടാണ് ബിലെയാമിനെ വിളിപ്പിച്ചത്? ഇസ്രായേലിനെ ശപിക്കാനായിട്ട്. ഇസ്രായേലിനെ ശപിപ്പാനായി വിളിപ്പിച്ച ബെയോരാമിന്റെ മകനായ ബിലെയാം ചെയ്തത് എന്താണ്? അവരെ അനുഗ്രഹിച്ചു. ശപിപ്പാനുള്ള ബിലെയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേലിനെ അനുഗ്രഹിച്ചത് ആരെന്നാണ് യോശുവ പറയുന്നത്? യഹോവയായ ദൈവം. യോർദാൻ കടന്ന ഇസ്രായേൽ മക്കൾ എവിടേക്കാണ് വന്നത്? എരിഹോവിലേക്ക്. യോർദാൻ നദി കടന്ന് എരിഹോവിൽ എത്തിയവർ ആര്? ഇസ്രായേൽ ജനത. ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത 7 ജാതികൾ ഏതെല്ലാം? അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസ്യർ. യോർദാൻ കടന്ന് എരിഹോവിലേക്ക് വന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്തത് എത്ര കൂട്ടരാണ്? 8 കൂട്ടർ.
യഹോവ കടന്നലിനെ അയച്ച് ഇസ്രായേലിയരുടെ മുന്നിൽ നിന്ന് ഓടിച്ചു കളഞ്ഞത് ആരെയാണ്? അമോര്യരുടെ 2 രാജാക്കന്മാരെ. അമോര്യ രാജാക്കന്മാർ ഇസ്രായേലിയരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയത് എന്തുകൊണ്ടല്ല എന്നാണ് യഹോവ പറഞ്ഞത്. ഇസ്രായേലിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും അല്ല എന്ന്. എങ്ങനെയുള്ള ദേശവും പട്ടണങ്ങളുമാണ് യഹോവ ഇസ്രായേലിയർക്ക് പാർപ്പാൻ നൽകിയത്? ഇസ്രായേലിയർ പ്രയത്നം ചെയ്യാത്ത ദേശവും പണിയാത്ത പട്ടണങ്ങളുമാണ് പാർപ്പാൻ നൽകിയത്. ഇസ്രായേൽ മക്കൾ നട്ടിട്ടില്ലാത്ത ഏതെല്ലാം തോട്ടങ്ങളാണ് അവർക്ക് അവകാശമായത്? മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും. ജനത്തെ കനാനിൽ പാർപ്പിച്ച യഹോവയെ സേവിക്കുമ്പോൾ ആരെയാണ് ഉപേക്ഷിക്കേണ്ടത്? നദിക്കക്കരെയും മിസ്രൈമിൽ വെച്ച് പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ. യഹോവയെ എങ്ങനെ സേവിക്കണമെന്നാണ് യോശുവ ശേഖേമിൽ വിളിച്ചുകൂട്ടിയ ഇസ്രായേലിയരോട് പറഞ്ഞത്? യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണമെന്ന്. ആരെ ഭയപ്പെട്ടാണ് പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവനെ സേവിക്കേണ്ടത്? യഹോവയെ. പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കാനായി ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ആരാണ്? യോശുവ. യഹോവ സേവിക്കുന്നത് നന്നല്ലെന്ന് തോന്നുന്നെങ്കിൽ ആരെ സേവിക്കാമെന്നാണ് യോശുവ പറഞ്ഞത്? നദിക്കക്കരെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ? യഹോവയെ സേവിക്കുന്നത് സംബന്ധിച്ച് യോശുവ നടത്തിയ പ്രഖ്യാപനം എന്തായിരുന്നു? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള പ്രഖ്യാപനം. യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്ന് യോശുവയോട് പറഞ്ഞതാര്? ഇസ്രായേലിന്റെ സർവ്വജനവും. ശേഖേമിൽ കൂടിയ ഇസ്രായേൽ ജനത മിസ്രൈമിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അടിമ വീട് എന്ന്. ദൈവമായ യഹോവ ഇസ്രായേലിനെ മിസ്രൈം മുതൽ എങ്ങനെ സഹായിച്ചു എന്നാണ് ശേഖേമിൽ വെച്ച് യോശുവ പറഞ്ഞത്? മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു, കടന്നുപോയ വഴികളിലെ സകല ജാതികളിൽ നിന്നും രക്ഷിച്ചു, ദേശത്തിനുള്ളിലെ അമോര്യരടക്കം സകല ജാതികളെ നീക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല എന്ന് ജനത്തോട് പറഞ്ഞത് ആരാണ്? യോശുവ. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല എന്ന് യോശുവ ജനത്തോട് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? യഹോവ പരിശുദ്ധ ദൈവവും തീഷ്ണതയുള്ള ദൈവവും ആയതിനാൽ. യഹോവ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല എന്ന് യോശുവ പറയാൻ കാരണമെന്ത്? അവൻ പരിശുദ്ധ ദൈവവും തീഷ്ണതയുള്ള ദൈവവും ആകയാൽ. പരിശുദ്ധനും തീഷ്ണതയുള്ളവനുമായ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്തതായി യോശുവ പറയുന്നത് എന്തെല്ലാമാണ്? മനുഷ്യന്റെ അതിക്രമങ്ങളും പാപങ്ങളും. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല എന്ന് ജനത്തോട് പറഞ്ഞത് ആരാണ്? യോശുവ. നന്മ ചെയ്തതുപോലെ തിരിഞ്ഞ് ജനത്തിന് തിന്മ ചെയ്ത് സംഹരിക്കുന്നത് ആരാണ്? യഹോവയായ ദൈവം. ദൈവം മുമ്പേ നന്മ ചെയ്തതുപോലെ തിരിഞ്ഞ് തിന്മ ചെയ്ത് ജനത്തെ സംഹരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്ത്? യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ. അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് സർവ്വജനവും പറഞ്ഞത് ആരോടാണ്? യോശുവയോട്. ഇസ്രായേല്യർ യഹോവയെ സേവിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് ആരാണ് സാക്ഷികൾ? ഇസ്രായേൽ ജനം. നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് യോശുവ ജനത്തോട് പറഞ്ഞത് ഏത് കാര്യത്തിലായിരുന്നു? യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് യോശുവയുടെ മുൻപിൽ സാക്ഷിച്ചത് ആരാണ്? ഇസ്രായേലിന്റെ സർവ്വജനവും. ഇസ്രായേല്യർ യഹോവയെ സേവിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ എന്ത് ചെയ്യണമെന്നാണ് യോശുവ പറഞ്ഞത്? അവരുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവരുടെ ഹൃദയം ചായ്ക്കണമെന്നാണ് യോശുവ പറഞ്ഞത്. യോശുവ ഇസ്രായേൽ ജനവുമായി നിയമം ചെയ്തത് എവിടെ വെച്ചാണ്? ശേഖേമിൽ വെച്ച്. ശേഖേമിൽ വെച്ച് ജനവുമായി ഉണ്ടാക്കിയ നിയമപ്രകാരം യോശുവ അവർക്കായി എന്താണ് നിശ്ചയിച്ചത്? ഒരു ചട്ടവും പ്രമാണവും.
ഇസ്രായേൽ ജനവുമായി ചെയ്ത നിയമവും ചട്ടവും പ്രമാണവും ഏത് പുസ്തകത്തിലാണ് യോശുവ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ. ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് യോശുവ ആ കല്ല് നാട്ടിയത് എവിടെയാണ്? യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴെ. ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് സകല ജനത്തോടും പറഞ്ഞത് ആരാണ്? യോശുവ. ഷേക്കേമിൽ യോശുവ നാട്ടിയ കല്ല് എന്തിന് സാക്ഷിയായി മാറി? യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു എന്നതിന് സാക്ഷിയായി മാറി. യോശുവ നാട്ടിയ കല്ല് എന്ത് നിഷേധിക്കാതിരിക്കാനുള്ള സാക്ഷ്യത്തിന്റെ അടയാളമായിരുന്നു? ദൈവത്തെ നിഷേധിക്കാതിരിക്കാനായിട്ടുള്ള. ഷേക്കേമിൽ വന്നുകൂടിയ ജനങ്ങളെ യോശുവ പിന്നീട് എങ്ങോട്ടേക്കാണ് പറഞ്ഞയച്ചത്? താന്താങ്ങളുടെ അവകാശത്തിലേക്ക്. യോശുവയുടെ ആയുഷ്കാലം എത്രയാണ്? 110 സംവത്സരം. യോശുവയെ എവിടെയാണ് അടക്കം ചെയ്തത്? എഫ്രൈം പർവ്വതത്തിലുള്ള തിംനാത്ത് സേരഫിൽ, ഗായഷ് മലയുടെ വടക്കുവശത്തായി. ഇസ്രായേൽ ജനം യഹോവയെ എത്ര കാലം സേവിച്ചു? യോശുവയുടെ കാലത്തും യഹോവയുടെ പ്രവൃത്തികളെ അറിഞ്ഞ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും. യോസെഫിന്റെ അസ്ഥികളെ എവിടെയാണ് അടക്കം ചെയ്തത്? ഷേക്കേമിൽ. ഇസ്രായേൽ മക്കൾ ആരുടെ അസ്ഥികളാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്? യോസെഫിന്റെ അസ്ഥികൾ. ഷേക്കേമിൽ എവിടെയാണ് യോസെഫിന്റെ അസ്ഥികൾ അടക്കിയത്? യാക്കോബ് ഷേക്കേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിനു വാങ്ങിയിരുന്ന നിലത്ത്. ആരുടെ കയ്യിൽ നിന്നാണ് ഷേക്കേം പട്ടണം യാക്കോബ് വിലയ്ക്ക് വാങ്ങിയത്? എത്ര കാശ് നൽകി? ഹാമോരിന്റെ മക്കളിൽ നിന്നാണ് ഷേക്കേം പട്ടണം യാക്കോബ് വിലയ്ക്ക് വാങ്ങിയത്. 100 വെള്ളിക്കാശ് നൽകി. ഏലയാസറിന്റെ മകൻ ആരാണ്? ഫീനെഹാസ്. അഹരോന്റെ മകനായ ഏലയാസരെ അടക്കം ചെയ്തത് എവിടെയാണ്? ഫീനെഹാസിന് എഫ്രൈം മലയിൽ കൊടുത്തിരിക്കുന്ന കുന്നിൽ. യോശുവയുടെ സമാപന സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങൾ ഏതെല്ലാം? യോശുവ 23, 24 അധ്യായങ്ങൾ. ഞാനും എൻ്റെ ഡാഷ് 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 സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആര് ആരോട് പറഞ്ഞു? യോശുവ സർവ്വജനത്തോടും പറഞ്ഞതാണ്. യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ആര് ആരോട് പറഞ്ഞു? ഇസ്രായേൽ ജനം യോശുവയോട്. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. ആര് ആരോട് പറഞ്ഞു? ഇസ്രായേൽ ജനം യോശുവയോട്. ചേരുംപടി ചേർക്കുക. ഫ്രാത്ത് മഹാനദി, നിയമപ്പെട്ടകം പുരോഹിതന്മാർ, സാരേഥാൻ ആദാം പട്ടണം, ഉരുൾ ഗിൽഗാൽ, ആട്ടിൻകൊമ്പ് കാഹളം, ആഖോർ താഴ്വര ആഖാൻ, അദോനി സേദേക്ക് യെരുശലേം രാജാവ്, ഐവർ 5 പേർ, ഏലയാസർ പുരോഹിതൻ, യെഫുന്ന കാലേബ്, യെബൂസ്യഗിരി യെരുശലേം, കെസാലോൻ യയാരീം മല, മാക്കീർ യുദ്ധവീരൻ, ശെലോഫഹാദ് പെൺമക്കൾ, ബഥേൽ ലൂസ്, രക്തപ്രതികാരകൻ സങ്കേത നഗരം, കിര്യത്ത് അർബ ഹെബ്രോൻ, ബാലാഖ് ബിലെയാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച് നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.